ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നാരകത്തിൻ്റെ വിളവെടുപ്പും വെജിറ്റബിൾ ഗാർഡനും ഒരു പ്ലാൻ നടലും ഒക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഈ നാരകം നിറയെ നാരങ്ങ ഉണ്ടായിരുന്നുണ്ട്. കുറച്ചിന്ന് വിളവെടുക്കാൻ പോവുകയാണ്. ആവശ്യക്കാർക്കൊക്കെ കൊടുക്കാമല്ലോ. വീട്ടിലൊരു നാരങ്ങ ഉണ്ടെങ്കിൽ പിന്നെ നാരങ്ങ വെള്ളം കുടിക്കാൻ കടയിൽ പോകേണ്ട കാര്യവുമില്ല. ഗസ്റ്റൊക്കെ വരുമ്പോൾ നാരങ്ങ വാങ്ങേണ്ട കാര്യവുമില്ല. നോക്കിക്കേ എത്ര എണ്ണമാണ് ഉള്ളതെന്ന്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഗസ്റ്റ് വരുമ്പോഴാണ് നാരങ്ങ വാങ്ങാറും നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. അന്ന് ഗസ്റ്റിന് കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ ഞങ്ങൾ കുട്ടികൾ നിരന്ന് നിൽക്കും. പക്ഷേ ഇപ്പോൾ സ്വന്തമായി വീട്ടിലുള്ളപ്പോൾ അതും അല്ലെങ്കിൽ വലുതായതുകൊണ്ടോ നമുക്കിപ്പോൾ ആ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അല്ലേ. എനിക്ക് ചെടി നടലും പരിപാലനവും ഒക്കെ ഒരു ക്രേസാണ്. ഞാൻ പലതരം ചെടികൾ നടാറുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ളതും ഇല്ലാത്തതും ഇതൊക്കെ നടുന്നതും പരിപാലിക്കുന്നതും ഒക്കെ ഒരു രസമുള്ള കാര്യമല്ലേ. അതൊക്കെ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കേ അതൊക്കെ മനസ്സിലാവൂ. പലർക്കും ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണ്. ഇങ്ങനെയൊക്കെ നട്ട് പരിപാലിച്ച് വിളവെടുത്ത് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? 1-2 രൂപ കൊടുത്താൽ കടയിൽ നിന്ന് വാങ്ങാമല്ലോ എന്നാണ് പലരും പറയുന്നതും വിചാരിക്കുന്നതും. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ വിളവെടുപ്പും നടത്തുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു പേരൻസിനും മക്കൾ കൃഷിക്കാരി അല്ലെങ്കിൽ കൃഷിക്കാരനാകാൻ ആഗ്രഹിക്കില്ല അല്ലേ. ഞാൻ ചെറുപ്പത്തിലൊന്നും പഠിക്കില്ലായിരുന്നു. ബുക്ക് തുറന്ന് നോക്കാറേ ഇല്ല. എനിക്കതിനൊക്കെ റീസൺ ഉണ്ടായിരുന്നു. വെക്കേഷൻ ആകുമ്പോൾ എൻ്റെ അപ്പൂപ്പനുമായിട്ട് കശുവണ്ടി പെറുക്കുകയും മാവ് പൂത്തോന്ന് നോക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഒരു. ഞാൻ 2-ലോ 3-ലോ പഠിക്കുമ്പോഴാണ് എൻ്റെ ചിറ്റ കല്യാണം കഴിഞ്ഞ് വരുന്നത്. ചിറ്റയ്ക്ക് പഠിക്കാനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ സാഹചര്യം കൊണ്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ചിറ്റ എന്നെ നിർബന്ധിച്ച് പഠിപ്പിക്കുമായിരുന്നു. എന്ന് ഹോംവർക്കൊക്കെ ചെയ്യിക്കും. ഹോംവർക്കൊക്കെ 12 മണി വരെയൊക്കെ ഇരുന്ന് അതിനുള്ള ഉത്തരവൊക്കെ കണ്ടെത്തി തരുമായിരുന്നു. മാത്രമല്ല ഒത്തിരി കഥകളൊക്കെ പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കാനായിട്ടൊക്കെ തുടങ്ങി. ഞാൻ +2 എത്തിയപ്പോൾ എൻ്റെ സാറ് പറഞ്ഞു, നീ പഠിച്ച് MCOM ഒക്കെ എടുത്ത് BEd ഒക്കെ എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ BEd എടുത്തു. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാര്യം എനിക്ക് തൈറോയ്ഡ് നന്നായിട്ട് കൂടി. അപ്പോൾ എനിക്ക് പഠിക്കാനോ ക്ലാസ്സിൽ ശ്രദ്ധിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. മാത്രമല്ല ഞാൻ പഠിപ്പിക്കേണ്ടത് +2 സ്റ്റുഡൻസിനെയാണ്. BEd 6 മാസത്തിന് ശേഷം +2 സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ നിന്ന് പഠിപ്പിക്കണം. ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അറ്റൻഡൻസ് ഒക്കെ എടുത്തു. കൂട്ടത്തിലുള്ളവരൊക്കെ ബോർഡിൽ കൈവറച്ച് എഴുതുമ്പോൾ ഞാൻ നല്ല നേരെ എഴുതി. പക്ഷേ എനിക്ക് തിരിഞ്ഞു നിന്നിട്ട് പഠിപ്പിക്കേണ്ട ആ ഒരു ആദ്യത്തെ സെൻറ്റൻസ് അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പ്ലാനിങ് ഈസ് ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അത് ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. മൊത്തം ഒരു ബ്ലാങ്ക് ആയിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. പക്ഷെ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ ക്ലാസ്സിൽ പോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, ഫേസ് ചെയ്യാൻ തോന്നിയില്ല. ഇന്നായിരുന്നെങ്കിൽ ഞാൻ ഒന്നും കൂടി പോയി നോക്കിയേനായിരുന്നു. പക്ഷെ അന്ന് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. 2 കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് BEd കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനതിൽ ഹാപ്പിയാണ്. കാര്യം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇങ്ങനെ പച്ചക്കറികളൊക്കെ നടാം, വിളവെടുക്കാം, പൂക്കളൊക്കെ നടാം. അപ്പോൾ ഈ ഗാർഡനിങ് ഒക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. കൂട്ടത്തിൽ എനിക്കിപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് നിങ്ങളോട് ഇതേപോലെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ആരൊക്കെയോ നമ്മളെ കേൾക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ ഓർത്തില്ല ഇത്രയും വ്യൂസ്. ഞാനിത് തുടങ്ങുമ്പോൾ 1-2 വ്യൂസ് അല്ലെങ്കിൽ ഒരു 50 വ്യൂസ്, ഇതിനപ്പുറത്തേക്ക് ഞാൻ ഓർത്തതേ ഇല്ല. പക്ഷേ ഇത്രയും വ്യൂസ് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കാര്യം നിങ്ങൾ കുറച്ച് പേരെങ്കിലുമൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ കാണുന്ന, ഞാൻ പറയുന്നത് കേൾക്കുന്നു. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം അതിലൊക്കെ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ 13 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെയുള്ളവർ, അതിന് മേലെയുള്ളവർ എൻ്റെ വീഡിയോസ് കാണാറുണ്ട്, കേൾക്കാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകുക. ഇതൊക്കെ വലിയ നേട്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഇതൊക്കെ വലിയ നേട്ടം തന്നെയാണ്. കാര്യം എനിക്കിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും ആൾക്കാരും, അപ്പോൾ അതും പല ജില്ലയിൽ നിന്ന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുന്നു. തുടർന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക.